ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഫ്രീ ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കൈൻഡ് ഓഫ് വീഡിയോ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഹൂ നോസ് മീ ബെറ്റർ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ച് ഇവർ രണ്ടുപേരും എപ്പോഴും അടി ഉണ്ടാക്കും. എനിക്കാണ് ചേച്ചി കൂടുതൽ ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ടെസ്റ്റ് ചെയ്യേണ്ട സമയം വന്നിരിക്കുന്നു അല്ലേ ഗൈ? അപ്പോൾ നീ എന്തിങ്ങനെ ഇരിക്കുന്നത്? കുറച്ച് ഫ്രീ ആയിട്ടിരുന്നോ? ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇവള് ഡാൻസ് ഒക്കെ ചെയ്യും, റീൽസ് ഒക്കെ ചെയ്യും, പക്ഷെ ഇവൾക്ക് കുറച്ച് നാണക്കേടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എങ്ങനെ അറിയോ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കും. നിങ്ങൾക്ക് ആർക്കാണോ ആദ്യം അറിയാം അപ്പോൾ അവർ ആദ്യം കൈ പൊന്തിക്കണം. ഓക്കെ, കൈ പൊക്കിയിട്ട് വേണം പറയാൻ. കൈ പൊക്കാതെ പറഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് പോയിന്റ് കിട്ടില്ല. ഓക്കെ ഓക്കെ അല്ലേ? ചിരിക്ക്. ആദ്യം തന്നെ അവൾക്ക് ഇങ്ങനെയാ വരണേ. അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. തുടങ്ങട്ടെ? അതൊക്കെ താ പിന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി എല്ലാവർക്കും? അതിനു മുമ്പ് ഇവരെ പരിചയപ്പെടുത്തണ്ടേ? ഇതാണ്, നീ തന്നെ പറഞ്ഞു. അരുണിമ. കാണിക്കുമാതിലാണ് അവള് പഠിക്കുന്നത്. മിന്നു എന്നാണ് വീട്ടിൽ വിളിക്കുക. സ്കൂളിലെ പേര് അരുണിമ എന്നാണ്. ഇവിടെ എന്തൊരു ബഹുമാനം. പിന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടിപ്പ. എത്ര ക്ലാസ്സിലാ? 4th സ്റ്റാൻഡേർഡിലാ. പക്ഷെ ഇത്ര ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്ക് ആർക്കാണോ ആൻസർ അറിയാം അവര് എന്നിട്ട് ആൻസർ പറയണം. ഓക്കെ? ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഇത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആർക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ കുറച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പാടാണ് കേട്ടോ, നിങ്ങൾ ബെയർ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? കളർ? സ്കൈ ബ്ലൂ. അങ്ങനെയല്ല, ആദ്യം പേര് കൈ വന്ദിച്ച് പേര് പറയണം. മിന്നു സ്കൈ ബ്ലൂ, കുട്ടിപ്പ പിങ്ക്. ശരിക്കും ഞാൻ 2 കളർ എഴുതിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളർ പിസ്ത ഗ്രീൻ ആണ്. അപ്പോൾ ഈ സ്കൈ ബ്ലൂം കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവൾക്കൊരു 1 മാർക്ക് കൊടുത്തേക്കാം. കുട്ടിപ്പ കമോൺ. ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണം. ആരാ അറിയാന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് എന്ന് പറയണം കേട്ടോ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഏതാണ്? ബാലവീർ, ടോം ആൻഡ് ജെറി. ഇവള് ജയിച്ചിരിക്കുന്നത്. എൻ്റെ ടോം ആൻഡ് ജെറി ഫേവറേറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാർട്ടൂൺ ആണ് കേട്ടോ അത്. അപ്പൊ കുട്ടിപ്പ ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച സ്കൂട്ടിയുടെ കളറ്? ഗ്രേ. സ്കൈ ബ്ലൂ. അല്ലടി, ഗ്രേ അടി ഞാൻ ആദ്യം വാങ്ങിച്ചേ. അപ്പൊ മിന്നുവിന് again 1 പോയിന്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇനി അടുത്തത് കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വരയ്ക്കുന്ന ഒരു കാർട്ടൂൺ പിക്ചറെ. ഫോർ എക്സാമ്പിൾ ഒരു ക്ലൂ തരാം. ഇപ്പോൾ ഒരാളുടെ കൈ കിട്ടിയെന്ന് വെച്ചു, എനിക്കൊരു മൈലാഞ്ചി അല്ലെങ്കിൽ ഒരു പേന അങ്ങനെ ഉണ്ട് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വരയ്ക്കുന്ന ഒരു കാർട്ടൂൺ ചിത്രം ഏതാണ്? കുട്ടിപ്പ ഫ്രോക്ക്. അറിയില്ല. ഞാൻ 2 എണ്ണം എഴുതിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ തവള വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ പൂമ്പാറ്റ, ബട്ടർഫ്ലൈസ് ഞാൻ എപ്പോഴും വരയ്ക്കും. ചുമ്മാ എനിക്കൊരു പേപ്പറും പിന്നും കിട്ടിയ ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഇതേപോലെ തവള. ഞാൻ പണ്ട് പഠിച്ചാണ്. ഞാൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ തവള? കൊള്ളാല്ലേ? അപ്പോൾ കുട്ടിപ്പയ്ക്കാണ് ഞാൻ ഈ ഒരു പോയിന്റ് കൊടുക്കുന്നത്. ഇനി ഇത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂവിൻ്റെ സൈസ് എത്രയാ? 5, 4. ഓഫ് കോഴ്സ് 4 ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവരുടെ 2 പേരുടെയും 4 അല്ലെങ്കിൽ 5 വരുന്നുണ്ട്. എനിക്ക് ഇവരുടെ കാലം എന്നേക്കാളും വലുതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരിത്, പക്ഷെ എനിക്ക് കറക്റ്റ് സൈസ് എൻ്റെ 4 ആണ്. അപ്പോൾ കുട്ടിപ്പയ്ക്ക് കൊടുക്കുന്ന ഒരു പോയിന്റ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്? അശ്വതി ചേച്ചി, അഞ്ജലി. അതോ അശ്വതി. ഈശ്വര, അത് കണ്ടിനി അവരടിയാവുമെന്നോ. അപ്പം മിന്നുവിന് ഒരു പോയിന്റ് കേട്ടോ. അച്ചു എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോയിൽ കണ്ടതാണ്. അവളെ എനിക്ക് കോളേജ് തൊട്ട് കിട്ടിയതാണ്. സോ കോളേജിലാട്ടോ, അതിന് മുമ്പ് അറിയാം, പക്ഷെ കുറച്ചുകൂടെ അടുത്തത് റീസെൻ്റ്ലി. അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ
എപ്പോഴും ചെയ്യാറുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഏതാണ്? ദിസ് വൺ പോണിറ്റെയിൽ. പോണിറ്റെയിൽ. ഇത് ഞാൻ ചെയ്യും, പക്ഷെ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോഴൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. പോണിറ്റെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അവർ ചൂസ് ചെയ്യുന്നത് ഈ ഒരു പോണിറ്റെയിലാണല്ലോ. ഓഫ് കോഴ്സ് ഞാൻ പോട്ടെ, സാരില്ല. ഇനി അടുത്തത് എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാനൊരു ട്രോളി ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 എണ്ണം കോംബോ. അതിൻ്റെ കളർ എന്താ? റെഡ്. പക്ഷേ ഇവിടെയാണ് ആദ്യം ഞാൻ കൈ പൊക്കിയത് ശ്രദ്ധിച്ചത്. അപ്പോൾ കുട്ടിപ്പയ്ക്ക് ഒരു പോയിന്റ്. കുട്ടിപ്പ ലീഡിങ്. ഇന്നു കമോൺ. ഇനി അടുത്തത് കേട്ടോ, ഇത് അറിയായിരിക്കും. ഞാൻ റീസെൻ്റ്ലി ലാസ്റ്റ് പോയിട്ടുള്ള ഒരു സ്ഥലം, ഞാൻ അവിടെ 2-3 ദിവസം സ്റ്റേ ഒക്കെ ചെയ്തു. ഹൈദരാബാദ്. അശ്വതി ചേച്ചിയുടെ വീട്. അയ്യോ, ഞാൻ 2-3 ദിവസം സ്റ്റേ ചെയ്തു. ട്രെയിനിലൊക്കെ പോയി. ആലത്തൂരല്ല, പക്ഷെ അടുത്തെത്തി. ഇടുക്കി അല്ല. എടി കമോൺ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. അഞ്ജലിയുടെ വീട് അവിടെയാണ്. യാക്കര. അഞ്ജലി, നീ ഇത് കാണണം. നിന്റെ വീട് യാക്കര. ആലത്തൂരല്ല, പക്ഷേ അവൾക്ക് ചെറുതായിട്ട് കൺഫ്യൂഷൻ ആയതാണ് കേട്ടോ. ആലത്തൂരല്ല, ആലപ്പുഴ. ശരിക്കും ഇവൾക്ക് മനസ്സിലായി, പക്ഷെ ആ കറക്റ്റ് സ്ഥലത്തിന്റെ പേര് അറിയാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കാണ് ഒരു പോയിന്റ് കൊടുക്കുന്നത്. ഈ യാക്കര അല്ലേ? ഇനി അടുത്തത് കേട്ടോ, എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ബോയ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരും. അപ്പം അവൻ്റെ പേര് ആനന്ദടി. സത്യൻ്റെ. അയ്യോ. അപ്പം മിന്നുവിനൊരു പോയിന്റ്. ഇപ്പം 2 പേരും ലീഡിങ് ആണ് കേട്ടോ. ഇനി അടുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെമ്പിൾ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവം? ശിവൻ. അഫ്കോഴ്സ് ഞാനൊരു ശിവഭക്തിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ദൈവം ശിവനാണ്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഡെയിലി ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു തുപ്പലൂർ ശിവക്ഷേത്രം ഉണ്ട്, അവിടെ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ പറയും, അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പറയണം കേട്ടോ. ട്രൂ ഓർ ഫാൾസ് കേട്ടോ. എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ശരിയാണോ തെറ്റാണോ? എടി, എനിക്കിഷ്ടല്ല. ഞാൻ അധികം കഴിക്കില്ലല്ലോ സ്വീറ്റ്സ്. അയ്യോ. ഓക്കെ, മിന്നെ ജയിച്ചു ഗൈസ്. ഇനി അടുത്തത് കേട്ടോ, എൻ്റെ ലാപ്ടോപ്പ് ഏതാണ്? ആപ്പിൾ. അയ്യോ, ഡോബിള് ലേറ്റായി. മിന്നു ഒരു പോയിന്റ്. കുട്ടിപ്പാ കമോൺ കേട്ടോ, ഡള്ളാവണ്ട കേട്ടോ. ഇനി എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു അനിമൽ? ലയൺ. പാമ്പ്. എലിഫന്റ്. പന്നി. എടി, എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു മൃഗം ഏതാണ്? ഡോഗ്. ഓഫ് കോഴ്സ് പട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ കുട്ടിപ്പയ്ക്കാണ് ഒരു പോയിന്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റീസെൻ്റ്ലി ദുബായിൽ പോയ എൻ്റെ ഒരു ഫ്രണ്ട് സത്യ. സത്യ. ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാണ് കേട്ടോ. ദുബായിൽ പോയി തരുന്നില്ല അവൻ. സത്യ, നീ ഇത് കാണണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ തന്നെ ഗസ് ചെയ്യണം ആരാണ് വിന്നർ എന്ന്. നിനക്ക് വല്ല ഐഡിയ ഉണ്ട് ആരാണെന്ന്? നിനക്കോ? നീ തന്നെയാണോ? അല്ല ഗൈസ്, ഒരു പോയിന്റിൽ നമ്മുടെ മിന്നു ആണ് ജയിച്ചിരിക്കുന്നത്. പക്ഷെ അടുത്ത് തന്നെ കേട്ടോ. കറക്റ്റ് 15 ക്വസ്റ്റ്യൻസിൽ ഇവള് 8 എണ്ണം പറഞ്ഞു, ഇവള് 7 എണ്ണം പറഞ്ഞു. പക്ഷെ ഇവൾക്ക് അറിയായിരുന്നു കുറച്ച് ലാഗ് ആയതാണ്, അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് ഇതാണ് കേട്ടോ. എൻ്റെ എന്താ പറയുക, ഫ്രീ ടൈമിലൊക്കെ ഞാൻ ചിലവഴിക്കുന്ന സമയം ഇവരുടെ കൂടെയതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. A few moments later. ഇത് സിമ്പിൾ ആയിട്ടുള്ള
ജസ്റ്റ് ഇങ്ങനെ ചോദിക്കാം, അതിനർത്ഥം കറക്റ്റ് ആൻസർ പറയണം കേട്ടോ. ഇതോ കഴിയണോ? മീൻകറി. ഇവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ ജസ്റ്റ് ചുമ്മാ കളിച്ചാണ്, കളിച്ചപ്പോ അടിയായി. അവിടെ ഒരാൾ കരയണു ഗൈസ്. അപ്പോ ഞാൻ ഈ ഒരു കരച്ചിലൊക്കെ മാറ്റി സോൾവ് ചെയ്തിട്ട് വരാം. ശരി, അവിടെ ജസ്റ്റ് നോക്കിയിട്ട് ബായ് പറയാം. നമുക്ക് നിർത്താം. ബായ് പറയാം. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ട് മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോ രംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വച്ചോരാട്ട പുലി ഇടയാൻ വന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത്